മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നട തുറക്കുക. ഉച്ചയ്ക്ക് ശേഷം തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടും. 35,000 പേർക്കാണ് ഇന്ന് പ്രവേശനമുള്ളത്. ജനുവരി 14-നാണ് മകരവിളക്ക്. സന്നിധാനത്ത് വീണ്ടും ശരണമന്ത്രങ്ങൾ ഉയരുകയാണ്. വൈകിട്ട് 5 മണിക്കാണ് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ക്ഷേത്രനട തുറക്കുക. അതിനുശേഷം 18-ാം പടി ഇറങ്ങി വന്ന് ആഴിയിൽ അഗ്നി പകരും. അതിനുശേഷമാണ് തീർത്ഥാടകർക്ക് 18-ാം പടി കയറാനുള്ള അനുമതി ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പമ്പയിൽ നിന്ന് വിശ്വാസികളെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. ആ വിധത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് നട തുറന്ന് പിന്നീട് രാത്രി ഹരിവരാസനം പാടി നടയടക്കുകയാണ് ചെയ്യുക. പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. നാളെ പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കുകയും മണ്ഡലകാലത്തുണ്ടായതുപോലെയുള്ള പതിവ് ചടങ്ങുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. 14-ാം തീയതിയാണ് മകരവിളക്ക്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടകരുള്ളത്. പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം, മകരവിളക്കിനും അതിനോട് അനുബന്ധിച്ച അതിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലുമൊക്കെ തീർത്ഥാടകർക്ക് ശബരിമലയിൽ നിയന്ത്രണമുണ്ട് എന്നത് തന്നെയാണ്. മകരവിളക്ക് ദിനം 35,000 തീർത്ഥാടകരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഇതിനൊക്കെ വേണ്ടിയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് അടക്കം ഇതിനകം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം പോലീസിന്റെ പുതിയ ബാച്ച് ചാർജ് എടുക്കുകയും ഒക്കെ തന്നെ ചെയ്യും. 12-ാം തീയതിയാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടങ്ങുന്നത്. അത് സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള പൂജ അന്ന് മകരവിളക്ക് ദിനം നടക്കുകയും ചെയ്യും. അങ്ങനെ ഏതായാലും വലിയ പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു തീർത്ഥാടന കാലം, മണ്ഡലകാലം പൂർത്തിയായി. ക്ഷേത്രനട അടച്ചു. ഇപ്പോൾ അയ്യപ്പൻ ഏതായാലും യോഗനിദ്രയിലാണ്. അതിനുശേഷമാണ് ഇന്ന് ക്ഷേത്രനട തുറന്ന് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ജനുവരി 14-നാണ് മകരവിളക്ക്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസിൻ്റെയൊക്കെ നേരത്തെ ഉണ്ടായ പോലെയുള്ള നിയന്ത്രണങ്ങൾ, വാഹനങ്ങൾ വരുന്ന സമയത്ത് നിലയ്ക്കൽ വരെ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നടക്കമുള്ള നിയന്ത്രണങ്ങൾ ഈ തീർത്ഥാടന കാലത്തും തുടരും എന്ന് തന്നെയാണ്.